Good morning, my dear students. നമുക്ക് അതിന്റെ കോസ്റ്റ് സെന്റേഴ്സിന്റെ സെക്കൻഡ് പാർട്ട് ഇല്ലേ, കോസ്റ്റ് സെന്റേഴ്സ് ആണ് ഇൻവെന്ററി ഇൻഫർമേഷന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏതാണ് ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കേണ്ടത്. F11 ഫീച്ചേഴ്സിനെടുക്കുക മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. മെയിൻറ്റെയിൻ ദെൻ മോർ ദാൻ വൺ പേറോൾ ഓർ കോസ്റ്റ് കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷനും എസ് ആക്കി കൊടുക്കുക. ദെൻ അതിനകത്ത് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് കോസ്റ്റ് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പഠിച്ചു, അത് ഡിസ്പ്ലേ ചെയ്യുന്നത് പഠിച്ചു, ഓൾട്ടർ ചെയ്യുന്ന നോക്കി, അത് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. നമ്മൾ സിംഗിൾ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി. നമ്മൾ സിംഗിൾ കോസ്റ്റ് കാറ്റഗറി ആണ് നോക്കിയത്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി. നമ്മൾ ഒന്നിൽ കൂടുതൽ കോസ്റ്റ് കാറ്റഗറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിംഗിളിനകത്തിട്ട് ചെയ്യാൻ പറ്റും നോക്കില്ല, മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി ഇട്ട് മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് നോക്കാം. ക്രിയേറ്റിംഗ്, ഡിസ്പ്ലേയിങ് ആൻഡ് ഓൾട്ടറിങ് മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി. മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി. ഫസ്റ്റ് ക്രിയേറ്റ് മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി. മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എവിടെ പോകണം, ഗേറ്റ് വേ ഓഫ് ടാലി പോവുക, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് കാറ്റഗറി മൾട്ടിപ്പിൾ ക്രിയേറ്റ്. നമ്മൾ നേരത്തെ ചെയ്തതിനകത്ത് എന്തായിരുന്നു, സിംഗിൾ ക്രിയേറ്റ് ആയിരുന്നു, ഇത് എന്തായി, മൾട്ടിപ്പിൾ ക്രിയേറ്റ്. ഓക്കെ, അത് നമ്മൾ ഡിസ്പ്ലേ നമ്മൾ ചെയ്ത് വെച്ച കാര്യം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് കാറ്റഗറി മൾട്ടിപ്പിൾ ഡിസ്പ്ലേ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഓൾട്ടറിങ് മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി നമുക്ക് എന്ത് ചെയ്യണം, അത് ഓൾട്ടർ ചെയ്യണം. നമ്മൾ ചെയ്ത് വെച്ച കാര്യങ്ങൾ ഓൾട്ടർ ചെയ്യണമെങ്കിൽ എന്താണ്, ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് കാറ്റഗറി മൾട്ടിപ്പിൾ ഓൾട്ടർ. എന്തൊക്കെയാണ് ഓൾട്ടർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, ഗേറ്റ് വേ ഓഫ് ടാലി പോവുക, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് കാറ്റഗറി ഓൾട്ടർ. അത് ഓൾട്ടർ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുത്തുക. അപ്പൊ ക്രിയേറ്റ് നോക്കി, ഡിസ്പ്ലേ, ഓൾട്ടർ. ക്രിയേറ്റ് ചെയ്യുക മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്. മറ്റേ സിംഗിൾ മാറി ഇവിടെ എന്താണ്, മൾട്ടിപ്പിൾ ക്രിയേറ്റ് ത്രൂ എവിടെയാണ്, ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് പോകേണ്ടത്. Then അടുത്ത് നോക്കി നിങ്ങൾ, ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ ആൻഡ് ഡിലീറ്റ് കോസ്റ്റ് സെന്റേഴ്സ്. കോസ്റ്റ് സെന്റേഴ്സ് നമ്മൾ കോസ്റ്റ് കാറ്റഗറി അല്ല ഇത്ര നേരം നോക്കിയത്. ദെൻ കോസ്റ്റ് സെന്റേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ഓൾട്ടർ ചെയ്യുകയും നോക്കി. ക്രിയേറ്റിംഗ് എ കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഗേറ്റ് വേ ഓഫ് ടാലി പോവുക, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് സെന്റർ സിംഗിൾ ക്രിയേറ്റ്. ഗേറ്റ് വേ ഓഫ് ടാലി പോവുക, അക്കൗണ്ട് ഇൻഫോ, അവിടെ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, കോസ്റ്റ് കാറ്റഗറി അല്ല, കോസ്റ്റ് സെന്റർ ആണ്, സിംഗിൾ ക്രിയേറ്റ്. കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മള് എന്താ പർച്ചേസ് ആകാം, അല്ലെങ്കിൽ എന്താ റോ മെറ്റീരിയൽസ് അതിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന പർച്ചേസിന്റെ നമുക്ക് എൻ്റർ ചെയ്യാം. അതൊരു കോസ്റ്റ് സെന്റർ ആണ്. ആ റോ മെറ്റീരിയൽസ് പറഞ്ഞാൽ എന്തിന്റെ അകത്ത് വരുന്നതാണ്, പർച്ചേസിന്റെ അകത്ത് വരുന്നത്. അപ്പൊ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ചിലപ്പം പർച്ചേസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അവിടെ എന്ത് കൊടുക്കാം, അത് കാറ്റഗറി കൊടുക്കുക, അത് ഡീഫോൾട്ട് ആയിട്ട് വരും. പ്രൈമറി കോസ്റ്റ് കാറ്റഗറി എന്നുള്ളത് വരും. ടു വിച്ച് ഓൾ കോസ്റ്റ് സെന്റേഴ്സ് ആർ അലോക്കേറ്റഡ്. എല്ലാ കോസ്റ്റ് സെന്റേഴ്സിനും എന്താണ് വരുന്നത്, പ്രൈമറി എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റഗറി, അണ്ടർ കാറ്റഗറി പ്രൈമറി ഡീഫോൾട്ട് ആയിട്ട് വരും. ദെൻ ഏത് നെയിം ഓഫ് കോസ്റ്റ് സെന്റർ, ഇപ്പൊ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ്, പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. ദെൻ ഓൾട്ടർനേറ്റീവ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ അണ്ടർ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഫൈനലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ ഡിസ്പ്ലേ കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്ററിന്റെ ഡിസ്പ്ലേ എങ്ങനെയാണ്, ഗേറ്റ് വേ ഓഫ് ടാലി പോവുക, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് സെന്റർ സിംഗിൾ ഡിസ്പ്ലേ. കോസ്റ്റ് സെന്റർ ആണ്, കോസ്റ്റ് കാറ്റഗറി അല്ല, കോസ്റ്റ് സെന്റർ സിംഗിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, ഗേറ്റ് വേ ഓഫ് ടാലി പോവുക, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് സെന്റർ സിംഗിൾ ഓൾട്ടർ. ദെൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെ, എന്താണ്, ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് സെന്റർ സിംഗിൾ ഓൾട്ടർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏത് കോസ്റ്റ് സെന്റർ ആണ് അവിടുന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ ഓൾട്ടും ഡിയും കൂടെ പ്രസ് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തോടെ എസ് കൊടുക്കുക. മൾട്ടിപ്പിൾ, നമ്മൾ ഇത്ര നേരം നോക്കിയത് സിംഗിൾ കോസ്റ്റ് കാറ്റഗറി ആണ്. മൾട്ടിപ്പിൾ കോസ്റ്റ് സെന്റേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ മീൻസ് ഒന്നിൽ കൂടുതൽ കോസ്റ്റ് സെന്റേഴ്സ് നമ്മൾ ഒരുമിച്ച് എൻ്റർ ചെയ്യണമെങ്കിൽ എന്താണ് വരുന്നത്,
ഗേറ്റ് ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് സെന്റർ. മറ്റേ സിംഗിൾ ആണ്, ഇവിടെ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ ക്രിയേറ്റ്. ദെൻ ഡിസ്പ്ലേ ആണെങ്കിൽ എങ്ങനെയാണ്? ഗേറ്റ് ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് സെന്റർ, മൾട്ടിപ്പിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ആണെങ്കിലും ഗേറ്റ് ഓഫ് ടാലി, അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് സെന്റർ, മൾട്ടിപ്പിൾ ഓൾട്ടർ. ദെൻ നമുക്ക് ഈ കോസ്റ്റ് കാറ്റഗറി നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ സമ്മറി റിപ്പോർട്ട് നമുക്ക് അറിയണം. കോസ്റ്റ് കാറ്റഗറിയുടെ സമ്മറി റിപ്പോർട്ട് നമുക്ക് അറിയണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഗേറ്റ് ഓഫ് ടാലി പോവുക, ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് കൊടുക്കുക, ദെൻ കോസ്റ്റ് സെന്റേഴ്സ്, കാറ്റഗറി സമ്മറി. നമ്മൾ ചെയ്തു വെച്ച കോസ്റ്റ് കാറ്റഗറി സമ്മറി റിപ്പോർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ഇതിനകത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എടുക്കുക, കോസ്റ്റ് സെന്റേഴ്സ് എടുക്കുക, കാറ്റഗറി സമ്മറി കൊടുക്കുക. ദെൻ നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? എന്താ നിങ്ങൾ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്? ഇപ്പം ബുക്സ്, ഇപ്പൊ സ്റ്റേഷനറിക്കകത്താണ് എന്ത് വരുന്നത്? ബുക്സ് ഒക്കെ വരുന്നത്. ബുക്സ്, ഇപ്പം അതർ ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റേഷനറി എന്നുള്ള ഐറ്റംസിനകത്ത് കൊടുക്കാം. അതാണ് എന്താണ് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി കൊടുക്കുക. മിസ്സലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല. അതാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയേ. ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ? ഗേറ്റ് ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്, സിംഗിൾ ക്രിയേറ്റ്. അത് ഡിസ്പ്ലേ ചെയ്യുന്ന എങ്ങനെയാണ്? ഗേറ്റ് ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്, സിംഗിൾ ഡിസ്പ്ലേ. ഓൾട്ടർ ചെയ്യുന്നതോ? ഗേറ്റ് ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്, സിംഗിൾ ഓൾട്ടർ. ഓൾട്ടർ ചെയ്യുക. എന്താണോ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്, ചേഞ്ചസ് വരുത്തുക. ദെൻ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ്, ഒന്നിൽ കൂടുതൽ, ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരെണ്ണത്തിനകത്ത് നമുക്ക് എൻട്രി ചെയ്യണം. ഇപ്പൊ സ്റ്റേഷനറി എൻട്രി ചെയ്യണം, പർച്ചേസ് എൻട്രി ചെയ്യണം, അങ്ങനെയുള്ള ഒരുമിച്ച് കുറെ കാര്യങ്ങൾ എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? സിംഗിൾ പറ്റുമോ? നമുക്കില്ല, മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പേ പറ്റത്തുള്ളൂ. അപ്പൊ മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഗേറ്റ് ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ ക്രിയേറ്റ്. ഡിസ്പ്ലേ ആണെങ്കിലോ? ഗേറ്റ് ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ ഡിസ്പ്ലേ. നമുക്കത് ഓൾട്ടർ ചെയ്യണമെങ്കിലോ? ഗേറ്റ് ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ ഓൾട്ടർ ചെയ്യുക. ഇത് നമുക്ക് ടാലി സ്ക്രീനിൽ എങ്ങനെ ചെയ്യുന്നതും കൂടെ നോക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ നോക്കിയേ നിങ്ങൾ. ഗേറ്റ് ഓഫ് ടാലി പോവുക, അക്കൗണ്ട് ഇൻഫോ എടുക്കുക, കോസ്റ്റ് കാറ്റഗറി, മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി ഉണ്ടോ? മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി കണ്ടോ? അവിടെ മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി ഒരുമിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? എന്തെല്ലാം ആയിട്ട് ഇപ്പൊ നമുക്ക് കുറെ കൊടുക്കാം. പർച്ചേസ് കൊടുക്കാം. ദെൻ റവന്യൂ ഐറ്റംസ് ആണെങ്കിൽ റവന്യൂ കൊടുക്കാം. നോൺ റവന്യൂ, നമുക്ക് വരുമാനം കിട്ടാത്ത നോൺ റവന്യൂ ആണെങ്കിൽ അത് കൊടുക്കാം. ദെൻ നമുക്ക് സെയിൽസ് കൊടുക്കാം. കണ്ടോ? മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി നമുക്ക് ഒരുമിച്ച് നമുക്ക് പർച്ചേസ്, സെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. നമ്മളത് എന്ത് ചെയ്തു? നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്കിത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്താണ്? മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറി എടുക്കുക, ഡിസ്പ്ലേ കൊടുക്കുക. കണ്ടോ? നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾട്ടർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കോസ്റ്റ് കാറ്റഗറിനകത്ത് ഓൾട്ടർ കൊടുത്താൽ നമുക്ക് ഏതാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ കോസ്റ്റ് സെന്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി? കണ്ടോ? അക്കൗണ്ട് ഇൻഫോ, കോസ്റ്റ് കാറ്റഗറി കഴിഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ കോസ്റ്റ് സെന്റേഴ്സ് കണ്ടോ? കോസ്റ്റ് സെന്റേഴ്സ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോസ്റ്റ് സെന്റേഴ്സ് എടുക്കുക. നമ്മൾ ആദ്യം സിംഗിൾ അല്ലേ നോക്കുക, സിംഗിൾ കോസ്റ്റ് സെന്റേഴ്സ് നോക്കുക. ഇപ്പൊ കാറ്റഗറി നമുക്ക് മാർക്കറ്റ് ഇത് കൊടുക്കാം. പ്രൊഡക്ഷൻ അവിടെ തന്നിട്ടുണ്ട്, ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. കോസ്റ്റ് സെന്റേഴ്സ് നെയിം പ്രൊഡക്ഷൻ കൊടുക്കുക.
അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, റോ മെറ്റീരിയൽസ് കൊടുക്കാം. റോ മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തു. അണ്ടർ പ്രൈമറി യൂസ് ഫോർ ജോബ് കോസ്റ്റിംഗ് ഒന്ന് കൊടുക്കണം. നോ. ഫൈനലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്തു. അത് നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ, നമ്മളിപ്പോ റോ മെറ്റീരിയൽസ് പറഞ്ഞു കൊടുത്തില്ലേ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ നിങ്ങൾക്ക് അത് ഓൾട്ടർ ചെയ്യണമെങ്കിലും ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, റോ മെറ്റീരിയൽസ് എല്ലാം ചെയ്തത്. റോ മെറ്റീരിയൽസ് നമുക്ക് ഓൾട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് അത് റോ മെറ്റീരിയൽസ് മാറ്റി നമുക്ക് ഇപ്പം ഇലക്ട്രിസിറ്റി ചാർജസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ മൾട്ടിപ്പിളിന്റെ കേസ് വരുമ്പോൾ എങ്ങനെയാ വരുന്നത്, മൾട്ടിപ്പിൾ കോസ്റ്റ് സെന്റേഴ്സ് എടുക്കുക. അവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് നമുക്ക് കുറെ ഐറ്റംസ് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. അണ്ടർ കോസ്റ്റ് സെന്റേഴ്സ് നമുക്ക് എന്ത് കൊടുക്കാം, ഓൾ ഐറ്റംസ് കൊടുക്കാം. ദെൻ നെയിം ഓഫ് ദ കാറ്റഗറി, നമുക്ക് ഏതൊക്കെ കാറ്റഗറി, ഇപ്പൊ പർച്ചേസ് ആണെങ്കിൽ നോക്കി നിങ്ങൾക്ക് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. നെയിം ഓഫ് കോസ്റ്റ് സെന്റേഴ്സ് എടുക്കുക, നമ്മൾ ഇഷ്ടമുള്ളത് കൊടുക്കുക. റോ മെറ്റീരിയൽസ് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യുക, ഒരുമിച്ച് ഒരേ ഐറ്റംസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ കോസ്റ്റ് സെന്റേഴ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാനായിട്ട് പറ്റും. പർച്ചേസ്, സെയിൽസ്, നെയിം ഓഫ് കാറ്റഗറി നമുക്കിപ്പോ സെയിൽസ് കൊടുത്തിട്ട് അവിടെ നമുക്ക് സാലറിന്നോ കൊടുക്കാം. ദെൻ നമ്മള് സെയിൽസ് കൊടുത്തു. ദെൻ പർച്ചേസ് കൊടുക്കാം. പർച്ചേസ് എടുക്കാൻ നെയിം ഓഫ് കോസ്റ്റ് സെന്റർ, നമ്മൾ പർച്ചേസ് എടുക്കാൻ നമുക്ക് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് എന്നോ കൊടുത്തിട്ട് അത് പ്രൈമറി എൻട്രി. അങ്ങനെ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യണമെന്നാണ് മൾട്ടിപ്പിൾ സ്റ്റോക്ക് മൾട്ടിപ്പിൾ കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഡിസ്പ്ലേ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നമുക്കത് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇത്രയും ചെയ്തു വെച്ച കാര്യങ്ങൾ മൾട്ടിപ്പിൾ കോസ്റ്റ് സെന്റർ ഡിസ്പ്ലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഓൾട്ടർ ചെയ്യണമെങ്കിൽ എന്താണ്, ഇത് നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ ഈ സ്ക്രീനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഫൈനലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ദെൻ സ്റ്റോക്ക് ഗ്രൂപ്പ് നോക്കി, നിങ്ങൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം, ഇൻവെന്ററി ഇൻഫോ, ഗേറ്റ് ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്, സിംഗിൾ ക്രിയേറ്റ്. സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ കണ്ടോ, ഗേറ്റ് ഓഫ് ടാലി പോവുക, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്, സിംഗിൾ ക്രിയേറ്റ്. ഇപ്പൊ നമുക്കിവിടെ സ്റ്റോക്ക് ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ബുക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ബുക്സ് അണ്ടർ ഗ്രൂപ്പ് പ്രൈമറി കൊടുക്കുക. ക്വാണ്ടിറ്റീസ് നമുക്ക് ആഡ് ചെയ്യേണ്ട, ഫൈനലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്താ വരുന്നത്, ഇൻവെന്ററി ഇൻഫോയ്ക്കകത്തുനിന്നാണ് നമ്മൾ എന്ത് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻവെന്ററി ഇൻഫോയിൽ എടുക്കുക, സ്റ്റോക്ക് ഗ്രൂപ്പ് എടുക്കുക, ദെൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ആണെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് എടുക്കുക. സിംഗിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ഉണ്ട്. മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പിനെടുക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പൊ ഈ സ്ക്രീനകത്ത് നമുക്ക് എന്ത് ചെയ്യും, കുറെ കാര്യങ്ങൾ, ഇപ്പൊ ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഇതിനകത്ത് എന്തൊക്കെയാ പഠിച്ചത്, നമ്മള് കോസ്റ്റ് സെന്റേഴ്സ്
എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഡിസ്പ്ലേ ചെയ്യുന്നത്, അത് ഓൾട്ടർ ചെയ്യുന്നത്, സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്, ഓൾട്ടർ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്, സിംഗിൾ ആണെങ്കിൽ എങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.